ആടി വീണേനേ. കർത്താവിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Lord be glorified. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ സഭയെ നയിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെ ആക്കി വെച്ചിരിക്കുന്ന ബഹുമാനീയ ദൈവദാസ് കുടുംബം, അദ്ദേഹത്തോടൊപ്പം ദൈവരാജ്യ വ്യാപനത്തിൽ അധ്വാനിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. I extend my greetings and my love in the name of the soon coming Jesus Christ to the pastor appointed as the leader of this church and all the laborers of God's kingdom in the church. കഴിഞ്ഞ 3 ദിവസം നിങ്ങളോട് ഒരുമിച്ച് ആത്മീയ സന്തോഷം പങ്കിടുവാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഈ ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാനീയ ദൈവദാസനോട് സഭയോടുള്ള നന്ദിയും കടപ്പാട് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. I extend my thanksgiving to the Lord who gave me the joy of being in fellowship with you over the past 3 days, as well as my thanks to the leaders of this church who gave me this opportunity. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസനോട് കുടുംബത്തോട് ചേർന്നുള്ള സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു. ഞാൻ ഒത്തിരി ആളുകളുമായി അങ്ങനെ സ്നേഹബന്ധം പുലർത്തുന്നയാൾ, എല്ലാവരും സ്നേഹിക്കുന്നുണ്ടെങ്കിലും ആഴമായ ബന്ധം പുലർത്തുന്നയാളല്ല. എന്നാൽ എൻ്റെ ആത്മീയ കാഴ്ചപ്പാടിൽ ദൈവത്തെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ മനസ്സോടെ ശരീരവും മനസ്സും കൊണ്ട് ഒരേപോലെ ദൈവത്തെ സേവിക്കുന്ന രണ്ടാമത്തെ ദൈവദാസനായിട്ട് എനിക്ക് ഈ കാലഘട്ടത്തിൽ കണ്ടത് കർത്താവിൻ ദാസൻ പാസ്റ്റർ അഖിലാസനെയാണ്. Amen. I'm extremely thankful to have a great fellowship with our pastor. I don't normally get attached to many people easily, though I love all people, but I have seen a man who has the Holy Spirit and a great vision, and the second man of God that I've been able to get attached in this അങ്ങനെയുള്ള ദൈവദാസന്മാർ ഒത്തിരി ഉണ്ടായേക്കാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഈ അടുത്ത കാലത്ത് എനിക്ക് ആത്മീയ സന്തോഷം പങ്കിടുവാൻ അവസരം ലഭിച്ചത് ഒന്ന് കാനഡയിലുള്ള IRC. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ കടന്നു പോയിരുന്നു. IRC ഇന്റർനാഷണൽ റിവൈവൽ ചർച്ചിന്റെ പാസ്റ്റർ ജോൺ തോമസ്, അദ്ദേഹത്തെ പോലെ തന്നെ ആണ് കർത്താവിന്റെ ദാസനെ കർത്താവ് ഈ ദേശത്താക്കി വെച്ചിരിക്കുന്ന പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ സേവിപ്പാൻ കർത്താവ് ആ ദാസനെയും കുടുംബത്തെയും തെരഞ്ഞെടുത്തതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. I praise God that Pastor Achilles is the one of 2 men of God that I've been able to see with such a great vision and passion, and I praise God that he serves God with all his love. കഴിഞ്ഞ 3 ദിവസം അദ്ദേഹത്തിന്റെ ആ സ്നേഹത്തിലും സഹകരണത്തിലും പാർക്കുവാൻ കർത്താവ് സഹായിച്ചു. മനോഹരമായ നല്ല രുചികരമായ ഭക്ഷണം തരുവാൻ കർത്താവിന്റെ ദാസി അതിനുവേണ്ടി ചെലവിട്ട സമയങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. I had a great time of fellowship with them and wonderful food cooked by the woman of God. എനിക്ക് അതിന് ഇവരെക്കാൾ ഇഷ്ടപ്പെട്ടത് പ്രിയ ജെർമിയ ഡ്രംസ് അടിച്ച മോനെ എന്ത് അഭിഷേകമാണ് അവന്റെ മേലുള്ളത്. Amen. More than everything, I am most pleased with brother Jeremiah who plays the drums with great anointing. അവൻ അതിനകത്തിരുന്ന ആ ഡ്രംസ് വായിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് അവനെ മാത്രം ശ്രദ്ധിച്ചപ്പോൾ തന്നെ ആത്മാവിന്റെ സന്തോഷം എന്റെ മേലേക്ക് പകരാൻ തുടങ്ങി. As I was sitting there, I was simply focused on Jeremiah and I was greatly rejoicing in the Holy Spirit. കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. I praise God for this family. നിങ്ങളുടെ എല്ലാ സ്നേഹത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. And I praise God for all of your love. ഈ ദൈവസഭ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയാണ്. This is a blessed church and may it be so. ഞാൻ ആത്മാവിൽ പറഞ്ഞു ഇതിനോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടും. I believe this with my spirit. Everybody standing here will be blessed. ഇതിൽ ഭാഗവാക്കാകുന്ന ഓരോ വ്യക്തികളെയും തമ്പുരാൻ അനുഗ്രഹിക്കും. Every single person taking part in this will be blessed. കാരണം ദൈവത്തിന്റെ മഹത്വം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. Because the glory of the Lord is at work in this place. ദൈവത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. Because the power of God is at work in this place. പ്രവൃത്തികൾ ഇവിടെ വെളിപ്പെടുന്നുണ്ട്. The power of God is being revealed in this place. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവാത്മാവിന്റെ ചലനം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. The move of the Holy Spirit that moves on behalf of those that believe is in this place. അത് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. Give him the glory if you believe that this morning. കഴിഞ്ഞ 2 ദിവസം എനിക്ക് ദൈവവചനം എൻ്റെ കൂടെ പങ്കിട്ട പ്രിയ ഏബലിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. I also praise God for Abel who was able to minister along with me for the past 2 days. ഇന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന പ്രിയ ദൈവദാസി ഏഞ്ചലിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് ഡോക്ടർ ഏഞ്ചലിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. I praise God for Dr. Angel who stands with me today this ഇതെല്ലാം എൻ്റെ morning. ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണ്. These are all blessed moments in my life. ഇതെല്ലാം ദൈവം എനിക്ക് തരുന്ന കൃപയുടെ അനുഭവങ്ങളാണ്. These are all moments of grace and experience in my life. കഴിഞ്ഞ ദിവസങ്ങൾ ദൈവാത്മാ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നു. For the past 2 days the Lord has been speaking to us. കാരണം ആരാധനയുള്ളിടത്ത് ദൈവം സംസാരിക്കും. And I believe the Lord will begin to continue to speak in the moment of worship. ആരാധിക്കുമോ അവരോട് തമ്പുരാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. Whoever is worshiping, the Lord will continue to speak. ആരാധിക്കുന്നവന് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. We have a God who speaks on behalf of those that worship him. ഹല്ലേലൂയ. ദൈവം വചനത്തോട് പ്രതികരിക്കുന്നവനോട് ദൈവം വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കും. God will continue to speak to those that respond to the word of God. വചനം നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കണം. The word of God must speak to our hearts. കേട്ട് പുറത്തു കളയല്ല, നമ്മുടെ ഹൃദയത്തോട് ബന്ധപ്പെടണം. Not to just hear and toss away, but to have an extension into the heart. യേശുവിന്റെ ഉയർപ്പ് വിശ്വസിക്കാതെ 2 ശിഷ്യന്മാര് യെരുശലേം എമ്മൗസിലേക്ക് പോവുകയാണ്. There were
two disciples who were traveling from Jerusalem to Emmaus, not believing in the resurrection of അവർ Jesus. പോകുന്നത് നിരാശപ്പെട്ടുകൊണ്ടാണ്, പിറുപിറുത്തുകൊണ്ടാണ്. They are walking in disappointment and in begrudgment. എന്നാൽ അവരുടെ നിരാശ മാറ്റുവാൻ യേശു അല്ലെങ്കിൽ തിരിച്ചറിയാത്ത തലത്തിൽ അവരുടെ കൂടെ നടക്കാൻ തുടങ്ങി. But without their own knowledge, looking at their disappointment and hopelessness, Jesus began to walk with them. കേൾക്കും ദൈവത്തിന്റെ മക്കളെ, ദൈവാത്മാവ് ഒരു ദൂത് വിളിച്ചു പറയുകയാണ്, നിന്റെ നിരാശകളിൽ നിന്റെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. Let me remind you this evening and give you a prophetic word. You have a God who walks with you in your moment of disappointments and hopelessness. തകർന്ന് നടക്കുമ്പോൾ, ഉടഞ്ഞു നടക്കുമ്പോൾ, നിന്നെ തീർത്ത് കളയാതെ നിന്നെ തിരിച്ചു പണിയാൻ വേണ്ടി നിന്റെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. We serve a God who walks in our brokenness, not tossing us away, but to make us again. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഭാരത്തോടെ വേദനയോടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും സന്തോഷിക്കേണ്ട നീയാണ്. കാരണം ദൈവം നിന്റെ കൂടെയുണ്ട്. If there is anybody burdened and heavy laden this morning, you must rejoice above everyone else because God is walking with you. കാരണം ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. കരങ്ങളെ അടിച്ച് നിന്റെ കൂടെയുള്ള ദൈവത്തെ സ്വീകരിച്ചാട്ട് നന്ദി കർത്താവേ, നന്ദി കർത്താവേ, എന്റെ കൂടെ He is close to the brokenhearted and to the contrite of spirit. He is nearby. യേശു ആ രണ്ടുപേരുടെ കൂടെ നടക്കാൻ തുടങ്ങി. Jesus began to walk with those two. നടക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. And as he is walking, he is speaking with them. എന്റെ കർത്താവിന്റെ പ്രത്യേകതയാണ് അവൻ സംസാരിക്കുന്ന ദൈവമാണ്. The uniqueness of our God is that he can walk and talk at the same time. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് സഭയോട് പറയാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൂതാണ്, ഞാൻ ഇന്നും ആരാധിക്കുന്ന ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. The word appointed to us this morning is that we have a God who speaks to us. ലോകത്തിലുള്ള സകല ദൈവന്മാരെന്ന് പറയുന്നവരും മിണ്ടാതിരിക്കുമ്പോൾ എന്റെ ദൈവം മിണ്ടുന്ന ദൈവമാണ്. While every other so-called God is mute and dumb, I have a God who speaks. നിന്റെ ഭാരങ്ങൾ അറിഞ്ഞ്, നിന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അതിനകത്ത് ഇടപെടുന്ന ദൈവമാണ്. The one who knows my problems and my burdens and intervenes and speaks to me. യേശുവോട് സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. Jesus is speaking with them and walking. അവസാനം അവരുടെ ഭവനത്തിൽ അവർ ചെല്ലുകയാണ്. Finally, they have reached their home. അവരുടെ കൂടെ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുകയാണ്. And now there is a united fellowship with them. എന്റെയും നിന്റെയും കൂട്ടായ്മ യേശു ക്രിസ്തുവിനോട് കൂടെയാണ്. Amen. Our fellowship is with Jesus. നമ്മുടെ കൂട്ടായ്മ യേശു ക്രിസ്തുവിനോട് കൂടെയാണ്. Our fellowship is with Jesus. നമ്മുടെ കൂടെ നടക്കുന്ന യേശു ക്രിസ്തുവിനോട് കൂടെയാണ്. It is with Jesus who walks with us. സംസാരിക്കുന്ന യേശുവിനോട് കൂടെയാണ് നമ്മുടെ It is കൂട്ടായ്മ. our fellowship is with Jesus who walks with us. കൂട്ടായ്മയിൽ സന്തോഷിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം Rejoice in the fellowship of the Lord and praise him this morning. ഹല്ലേലൂയ. അവസാനം ഹല്ലേലൂയ അവൻ അവരെ വിട്ടുപോകുകയാണ്. And finally he departs from them. പെട്ടെന്ന് അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് യേശുവാണ്. Immediately they understood it was Jesus who was with us. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. There was something they said at that moment. വഴിയിൽ വെച്ച് അവൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ When he was speaking to us on the way, നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലേ? our hearts were burning with fire. അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഹൃദയം കത്തണം. Amen. When you hear the voice of God, your heart must ignite. ദൈവ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തോട് അത് ആ ശബ്ദം ബന്ധപ്പെടണം. When we hear the voice of God, it must interchange with our അവർ hearts. പറയാണ്, അയ്യോ മനുഷ്യർ സംസാരിക്കുന്നത് പോലെയല്ല, അവന്റെ ശബ്ദം നമ്മുടെ ഹൃദയത്തോട് ബന്ധപ്പെട്ടു. They say among themselves, it was not the words of man. When he spoke, our hearts were on fire. ദൈവദാസനെ അല്ല, ആത്മാവിൽ ഞാൻ പറയാം, ആരാധനയുടെ അന്തരീക്ഷം ഇവിടെയുണ്ട്, ദൈവത്തിന്റെ ശബ്ദം ഇവിടെയുണ്ട്. അത് ചില ഹൃദയങ്ങളിലേക്ക് പകരപ്പെടാൻ പോകുകയാണ്. Because the environment and the atmosphere of worship is in this place. The sound of God and the voice of God is about to touch some hearts this morning. കഠിന ഹൃദയത്തെ മാംസളമായ ഹൃദയമാക്കി മാറ്റാൻ പോകുകയാണ്. Every stony heart is being made into a heart of flesh. അത് ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യമില്ല. വചനം ഹൃദയത്തിനകത്തേക്ക് ഇടപെടാൻ പോകുകയാണ്. യൂദയായുടെ ഹൃദയത്തെ തുറന്ന ദൈവം ചിലരുടെ ഹൃദയത്തെ ദൈവം തുറക്കാൻ പോകുകയാണ്. Do not be burdened about anything. God is going to open some hearts like he opened the heart of Lydia. മർക്കോസിന്റെ മാളിക മുറിയിൽ പത്രോസ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, as he was standing in the upper room of Mark's house, Peter was preaching. 3000 പേര് പറയാണ്, അവർ അയ്യോ ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തെ കുത്തുന്നു. 3000 people responded and said, this word pricks our hearts. നല്ലൊരു പ്രസംഗം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, അത് ഞങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ആഴത്തിൽ ഇറങ്ങുകയാണ്. They did not finish by saying it was a good sermon. They said this word is piercing our hearts. ഓ ഹൃദയത്തെ ഒരിടത്ത് കത്തിച്ചെങ്കിൽ ഇവിടെ ഹൃദയത്തിനകത്തേക്ക് കുത്തി ഇറങ്ങുകയാണ്.
On one end, it caused the hearts to be on fire, but in this end, it pierced their hearts. രണ്ടിടത്തും ഹൃദയത്തോടാണ് വചനം ഇടപെടുന്നത്. In both places, the word was interacting with hearts. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടവർ പറഞ്ഞു ഞങ്ങളുടെ ഹൃദയം കലങ്ങുന്നു. When John the Baptist was preaching, the people said our hearts are grieved. എന്ന് പറഞ്ഞാൽ ദൈവവചനം ഹൃദയത്തോട് ബന്ധപ്പെടണം. That means the word of God must interact with our hearts. ഇവിടെ നല്ല പ്രസംഗം എന്ന സർട്ടിഫിക്കറ്റ് വേണ്ട. I don't need a certificate that this was a good sermon. ദൈവം എന്നോട് സംസാരിച്ചു എന്നുള്ള സാക്ഷ്യം മതി. Oh, the one testimony that God has spoken to me is more than enough. ദൈവത്തിന്റെ വിഷയത്തോട് ഇടപെട്ടു എന്നുള്ള സാക്ഷ്യം മതി. The testimony that God has interacted and intervened on my matter is enough. ദൈവത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി എന്നുള്ള സാക്ഷ്യം മതി. The testimony that God has given me answers to my questions is enough. ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. Our God is a God who speaks to us. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? How many of you believe it this morning? ഒരു വചന വെളിപ്പാട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരികയാണ്. The word and the revelation of the word, the Holy Spirit is giving it. യെശയ്യാ 49:2. The book of Isaiah chapter 49 verse 2. നിങ്ങൾ അത് എടുക്കേണ്ടതിന്റെ കുറിവാക്യമല്ല. ഹല്ലേലൂയ, വെളിപ്പാടിൽ ദൈവാത്മാവ് തരുന്ന ഒരു വചനമാണത്. It is a prophetic word given to you as revelation this morning. ഹല്ലേലൂയ, യെശയ്യാ 49:2. Isaiah chapter 49 verse 2. നിങ്ങളെ മിനുങ്ങി അമ്പാക്കി ദൈവം മാറ്റാൻ പോകുകയാ. God is going to make you a polished shaft in his quivers. സഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. The Holy Spirit is giving a prophetic message to the church. നിങ്ങളെ മിനുങ്ങി അമ്പാക്കി മാറ്റാൻ You പോകുകയാണ്. are about to become a polished shaft in his quiver. പ്രത്യേകിച്ച് അതിനകത്ത് 3-4 കുടുംബങ്ങളെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. The Holy Spirit is speaking to 3 or 4 families specifically this നിങ്ങളെ morning. മിനുങ്ങി അമ്പാക്കി മാറ്റുകയാണ്. You are being made into a polished arrow. അമ്പിന് ചില പ്രത്യേകതകളുണ്ട്. There are some unique things about an arrow. മിനുങ്ങി അമ്പിന് അതിന് അത്ഭുതമായ പ്രത്യേകതകളുണ്ട്. And there is a even more greater speciality to a polished arrow. അമ്പിരിക്കുന്നത് സാധാരണക്കാരന്റെ കയ്യിലല്ല. An arrow is never found in the hands of an ordinary person. അമ്പിരിക്കുന്നത് ഇവിടുത്തെ ധനവാന്റെ കയ്യിലല്ല. Amen. A polished arrow is never in the hands of a rich person. അമ്പിരിക്കുന്നത് സംഘടനയുടെ കയ്യിലല്ല. It is not in the hands of someone quivering. അമ്പിരിക്കുന്നത് യുദ്ധം അറിയാവുന്ന ഒരുവന്റെ കയ്യിലാണ്. The arrow is in the hands of a warrior at all times. ദൈവസഭ ഇരിക്കുന്നത് യുദ്ധം അറിയാവുന്നവന്റെ കയ്യിലാണ്. The church is present in the hands of the warring God. വിശ്വസിക്കുന്നുണ്ട്. How many of you are believing it this morning? നീയും നിന്റെ കുടുംബവും ഇരിക്കുന്നത് ദൈവത്തിന്റെ കയ്യിലാണ്. You and your family are in the hand of God. കുശവന്റെ കയ്യിൽ കളിമണ്ണ് ഇരിക്കുന്നത് പോലെ അത് ദൈവത്തിന്റെ കയ്യിൽ നിങ്ങൾ ഇരിക്കുകയാണ്. Like clay in the hands of the potter, you are in the hand of God. അവന് നിന്നെ കുറിച്ച് ചില ഉദ്ദേശങ്ങളുണ്ട്. There are some purposes and plans he has concerning you. ആർക്കും അറിയാത്ത ചില ഉദ്ദേശങ്ങൾ അവന്റെ ഹൃദയത്തിനകത്തുണ്ടെന്ന്. Plans that no one else knows of are present in the heart of God concerning you. അതിനനുസരിച്ച് അവന്റെ കരം ചലിക്കാൻ പോകുകയാണ്. And his hand moves in accordance with that purpose. വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന്റെ കരം സഭയ്ക്ക് അനുകൂലമായി ചലിക്കാൻ How പോകുകയാണ്. many of you believe that the hand of God will move in favor of the church? ദൈവത്തിന്റെ കരം സഭയ്ക്ക് അനുകൂലമായി ചലിക്കാൻ പോകുകയാണ്. The hand of God will move in favor of the church. ഹല്ലേലൂയ. Hallelujah. ദൈവാത്മാവ് തരുന്ന വചനം വെളിപ്പാടാണ്. It is the word and the revelation of the Lord. അമ്പിരിക്കുന്നത് യുദ്ധം ചെയ്യുന്നവന്റെ കയ്യിലാണ്. The arrow is always in the hands of the warrior. ഇവിടെ പ്രത്യേകമായി ഒരു വാക്ക് ദൈവം പറഞ്ഞു, മിനുക്കിയ അമ്പാണെന്ന്. There is a uniqueness here. The Lord says this is a polished arrow. മൂർച്ച കൂട്ടി അമ്പാണ്. A sharp arrow. എന്ന് പറഞ്ഞാൽ ഈ അടുത്ത സമയത്തെടുത്ത് അവൻ എന്തത് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. That means in these moments God is increasing your sharpness. അതിന്റെ തീപ്പൊരിയായി തെറിക്കുന്നത്. And that's why you are going through this. അതിന്റെ വേദനയാ കഴിഞ്ഞ ദിവസങ്ങളിൽ നീ അനുഭവിച്ചത്. That is the pain that you are feeling in your heart in these days. അതിനകത്തൊരു ഉദ്ദേശമുണ്ട്. But don't be burdened. There is a plan concerning you. മൂർച്ച കൂട്ടിയുടെ ഒരു ഉദ്ദേശമുണ്ട്. There is a plan for the increase in your sharpness. യുദ്ധത്തിന് സമയമായി. The time for war has come. യുദ്ധത്തിന് സമയമായി. The time for war has come. ജയത്തിന് സമയമായി. The time for victory has come. കിരീടം ലഭിക്കാൻ സമയമായി. Oh, the crown is about to be placed on your head. ആഘോഷത്തിന് സമയമായി. There is a time of triumph ahead. ദൈവപ്രവൃത്തിയുടെ സമയമായി. The purpose of God and the work of God is being done. സമയമായി. The time of miracles have come. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ചു ദൈവത്തെ Put those hands together and worship Him this morning.
ഇത് അത്ഭുതങ്ങളുടെ സമയമാണ്. This is the time of miracles. ദൈവപ്രവൃത്തിയുടെ സമയമാണ് ദിവസ. The time of God's work, man of God. സംഭവിച്ചാലും ചിരിച്ചോണ്ടിരുന്നു. No matter what happens, keep smiling. കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാകാ. Just begin to be joyful. കാരണം ഇത് മൂർച്ച കുട്ടി അമ്പാണ്. Because this is a sharp arrow. മിനുങ്ങിയ അമ്പാണ്. A polished arrow. ഏതോ ഒരു ലക്ഷ്യത്തിലേക്ക് അവൻ വിടാൻ പോകുകയാ. God is sending you to some target. ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ദൈവസഭ പോകാൻ പോകുകയാ. A target that he has chosen, God is launching you towards നീ that. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ഇടങ്ങളിലേക്ക് ദൈവം തന്നെ വിടാൻ പോകുകയാ. God is about to launch you to some places that you have not yet even seen. അത് ചെന്ന് ചേരുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കും. When you go to that target, miracles will happen. ആളുകളായി നിന്നെ ഭയപ്പെടുത്തിയ ചിലത് അവസാനിക്കാൻ പോകുകയാ. Whatever has made you fearful for many days is coming to an end. നിന്റെ കുടുംബത്തിനെതിരെ പോരാടിയ ചിലരുടെ മണ്ഡലങ്ങൾ വ്യാപരിക്കാൻ പോകുകയാ. Some realms that have been warring against you, this will move in that realm. കാരണം ഈ അടുത്തൊരു ഇത് പറയുന്നു, ഈ അമ്പിരിക്കുന്നത് താഴെയല്ല, ഈ അമ്പിരിക്കുന്നത് അവന്റെ പൂണിയിലാ. Because very important is that the arrow is not on the ground, it is in his quiver. അമ്പാരും താഴെ ഇടത്തില്ല. Nobody will place an arrow on the ground. ഷോക്കേസിൽ വെക്കത്തില്ല. Nobody will put it in the showcase. സേഫിനകത്ത് പൂട്ടി വെക്കില്ല. Nobody will lock it in a safe. അമ്പിരിക്കുന്നത് യുദ്ധം അറിയാവുന്നവന്റെ പൂണിയിലാണ്. The arrow is always in the quiver of a warrior. അവൻ സമയമാകുമ്പോൾ അവിടെ നിന്ന് എടുക്കുകയാ. When the time comes, he will pull the arrow out. അത്ര സുരക്ഷിതമാണ്. That is how protected it is. എന്റെ കർത്താവ് നിന്നെ സുരക്ഷിതമായി സൂക്ഷിക്കുകയാണ്. The Lord is protecting you carefully. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് സംഭവിക്കുന്ന സംഹാരകരും നിനക്ക് ഭയപ്പെടാനില്ല. നിന്റെ വശത്ത് 1000 പേരും വലതുഭാഗത്ത് 10,000 പേരും വീഴട്ടെ, എങ്കിലും അവ നിന്നോട് അടുത്തു വരികയില്ല. കാരണം നീ ഇരിക്കുന്നത് അവന്റെ പൊടിയിലാണ്. The terror by night, the pestilence by day, the plague by midday, and the terror of the night will not come near you. 1,000 on your right hand, 10,000 on your left hand, but nothing shall come nigh your household. ദൈവമക്കൾ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. You do not have to be afraid of the terrors. കാരണം നിന്റെ കൂടെ ദൈവമുണ്ട്. Because God is with you. ദാവീദ് പറയാണ്, കൂരിരുൾ താഴ്വരയിൽ കൂടെ ഞാൻ പോയാലോ. David says, though I walk through the valley of the shadow of death, മരണത്തിന്റെ താഴ്വരയിൽ കൂടെ ഞാൻ പോയാലും, even if I walk through the valley of death, ഞാൻ ഒന്നിനെയും ഭയപ്പെടത്തില്ല. I will fear no evil. അതിന് കാരണം ഞാൻ ചക്രവർത്തി ആയതുകൊണ്ടല്ല. Not because I am the king of the land. എനിക്ക് അനുകൂലമായതുകൊണ്ടല്ല. Not because somebody is in favor of me. സൈന്യം എന്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടല്ല. Not because the army is with me. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. My God is with me. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ചു Hallelujah. ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ God is with you. Hababa shatalaro. My tabraka shatalaboyoraba. എന്നാൽ ദൈവം ഒരു മുന്നറിയിപ്പ് തരികയാണ്. But God is giving you a forewarning. അമ്പ് വളയാൻ പാടില്ല. The arrow must never bend. വളഞ്ഞ അമ്പ് ഒരു യുദ്ധത്തിലും ഉപയോഗിക്കില്ല. A bent arrow cannot be used in any warfare. അമ്പ് സ്ട്രെയിറ്റ് ആയിരിക്കണം. Arrow must always be straight. ദൈവസഭ പ്രമാണം വിട്ട് മാറാൻ പാടില്ല. The church must never depart from the law of the Lord. ദൈവസഭ ഉപദേശം വിട്ട് മാറാൻ പാടില്ല. The church must not depart from the right doctrines. ദൈവവചനം വിട്ട് മാറാൻ പാടില്ല. You must not depart from the word of God. ആരാധനയിൽ നിന്ന് മാറാൻ പാടില്ല. You must not depart from worship. പരിശുദ്ധ പറയുന്നു, പ്രാർത്ഥനയും ഉപവാസവും മാറ്റാൻ പാടില്ല. The Holy Spirit says you must not set aside fasting and prayer. അവിടെയാണ് അമ്പ് സ്ട്രെയിറ്റ് ആകുന്നത്. That is where an arrow is maintained in its straightness. ഇന്ന് അനേക ഇടങ്ങളിൽ അമ്പുകൾ വളഞ്ഞുപോയി. In many places arrows have become bent. ദൈവത്തിന് ഒരു ഉപയോഗവും ഇല്ലാതായി പോയി. It has become useless for God. ആർക്കും പ്രയോജനമില്ലാതാക്കി മാറി. It has become useless for everyone. എന്നാൽ ദൈവസഭയുടെ പരിശുദ്ധാത്മാവ് വചന വെളിപ്പാടിൽ പറഞ്ഞ ദൂത് ആവർത്തിക്കുന്നു, നിങ്ങളെ മിനുങ്ങി അമ്പാക്കി അവനവന്റെ പൂണിയിൽ വെച്ചിരിക്കുന്നു, നിങ്ങൾ ഒരിക്കലും വളയാൻ പാടില്ല. But I repeat the prophetic word of God by the Holy Spirit, you are a polished arrow in his quiver and you must never bend to anything. ആരാധന നഷ്ടപ്പെടുത്താൻ പാടില്ല. Your worship cannot be sacrificed. ഹല്ലേലൂയ. 29 സങ്കീർത്തനം ഇങ്ങനെയാ പറയുന്നത്. This is what the book of Psalms says. 29. Psalm 29 says, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുക്കുവീൻ.
saints of the Lord, give unto the Lord. ഹല്ലേലൂയ. യഹോവയ്ക്ക് അവന്റെ നാമത്തിനും മഹത്വം കൊടുക്കുവീൻ. Give unto the Lord the glory due his name. പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന ദൂത് ഇതാണ്. This is the prophetic word of the Holy Spirit this morning. ദൈവത്തിന് നിങ്ങൾ മഹത്വം കൊടുത്തോണ്ടിരിക്കണം. You must continue to give glory to the Lord. എല്ലാറ്റിനും ദൈവത്തിന് മഹത്വം കൊടുത്തോണം. In all things we give glory to the Lord. രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ കഴിഞ്ഞ രാത്രിയിൽ സുഖകരമായി ഉറങ്ങാൻ അവസരം തന്ന ദൈവത്തിന് നന്ദി. You woke up this morning, you slept well last night. Give him the glory. ഈ പകൽക്കാലം മുഴുവൻ നീ യാത്ര ചെയ്യുമ്പോൾ പറയണം, ഓരോ നിമിഷങ്ങളിലും എന്നെ നടത്തുന്നതിന് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. In every minute of your commute this morning, give him the glory that he has walked with you. രാത്രിയിൽ കിടക്കയിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ് നീ സ്വർഗ്ഗത്തേക്ക് നോക്കി പറയണം, ഈ ഒരു പകൽക്കാലം മുഴുവൻ എന്നെ ജീവനോടെ പരിപാലിച്ചതിന്, എന്റെ ആവശ്യങ്ങളിൽ എന്റെ കൂടെ ഇരുന്ന് സഹായിച്ചതിന് എന്റെ ദൈവം നിനക്ക് നന്ദി എന്ന് പറയുമ്പോൾ അതൊരു ആരാധനയായി മാറുകയാണ്. Every night when you go to bed, when you give thanks to God that he walked with you all the day long, that becomes worship before the Lord. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ സമയം കണ്ടെത്തണമെന്ന്. You must find time to give glory to the Lord. കാരണം ആരാധിക്കുന്നവനോട് സംസാരിക്കുന്ന ദൈവമാണ് എന്റെ ദൈവം. Because my God is a God who speaks to those that worship him. 29 സങ്കീർത്തനത്തിന്റെ 1-ാം ഭാഗത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ In Psalm 29 in the first part, when you give glory to the Lord, പിന്നീട് താഴോട്ട് ദൈവം അങ്ങോട്ട് സംസാരിക്കുകയാണ്. now the next verse 3 onwards, the voice of the Lord is manifesting. ദൈവത്തിന്റെ ശബ്ദം വെള്ളത്തിന്റെ മീതെ മുഴങ്ങുന്നു. The voice of the Lord is over the waters. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു. The voice of the Lord is powerful. യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. The voice of the Lord is full of majesty. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിതറിപ്പിക്കുന്നു. The voice of the Lord breaks the cedars. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. The voice of the Lord divides the wilderness, shakes the wilderness. യഹോവയുടെ ശബ്ദം കാദേശ് മരുവിനെ നടുക്കുന്നു. The voice of the Lord shakes the wilderness of Kadesh. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. The voice of the Lord makes the deer give birth. എന്ന് പറഞ്ഞാൽ നീ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ നിന്റെ സകല വിഷയങ്ങളുടെ മേലും ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. In other words, when you give glory to the Lord, the hand of God will move over every area of your life. ദൈവസഭയെ വേറെ ഒന്നും ചെയ്യണ്ട. The church of God need not do anything else. ദൈവസഭയെ വേറെ ഒന്നും ചെയ്യണ്ട. The church of the Lord need not do anything else. ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. It is enough if we keep giving glory to the Lord. നിന്റെ ഓരോ വിഷയങ്ങളിലും ദൈവത്തിന്റെ ശബ്ദം ഇടപെടും. In every area of your life, the voice of the Lord will speak. ദൈവത്തിന്റെ ശബ്ദം ഇടപെട്ടാൽ വിടുതലല്ലേ? If the voice of the Lord speaks, there is victory and deliverance. അതാദിവൻ അതല്ലേ പറഞ്ഞത്? It is not a simple issue. നീ എന്റെ വീട്ടിൽ വരേണ്ട കാര്യമില്ല. You don't need to come into my house. നീ അവിടെ നിന്ന് സംസാരിച്ചാൽ മതി, എന്റെ വീട്ടിൽ വിടുതല. Lord, if you say a word, there is deliverance in my house. അങ്ങനെയാണെങ്കിൽ നീ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ നിന്റെ ഓരോ വിഷയത്തിലും എന്റെ ദൈവം സംസാരിക്കും. If you give glory to God in every area of your life, the Lord will speak. ശ്രദ്ധിക്കണമേ, ആരാധിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന ദൈവമായ എന്റെ ദൈവം. Pay attention. My God is a God who blesses the one who worships. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ ഇസ്രായേൽ മക്കളെ കുറിച്ച്? Looking at the children of Israel, 70 പേരെ അവരുണ്ടായിരുന്നുള്ളൂ. there were only 70 people there. എല്ലാവരും ആട്ടിടയന്മാരായിരുന്നു. They were all shepherds. മിസ്രയീമ്യർക്ക് ആട്ടിടയന്മാരെന്ന് പറഞ്ഞാൽ വെറുപ്പാ. Amen. When the Egyptians hated the shepherds, അവരവരെ പരിഗണിക്കത്തേയില്ല. nobody will even pay attention to them. ആ 70 പേര് ജോസഫിന്റെ കാലത്ത് മിസ്രൈമിൽ വരികയാ. These 70 come into Egypt during the time of Joseph. അവര് പറയാ, ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് താമസിക്കാൻ ഇടം തരണം. They are asking, give us some corner of the city for us to live in. അവ 70 പേരെ ഉള്ളൂ. ആട്ടിടയന്മാരെ എന്ത് ചെയ്യാനാ? അവരെ പാർപ്പിക്കാൻ ഒരു ഇടം കൊടുത്തു. There are only 70 people. Nothing can be done, so a corner of the land was given to them. എന്നാൽ ഫറവോൻ അറിഞ്ഞില്ല, ഇടം കൊടുത്തവർ ആരാധിക്കുന്നവരാ. The Pharaoh understood these are people who are worshippers. ആരാധിക്കുന്നവർ ചെറിയ കൂട്ടമാണെങ്കിലും ദൈവം അവരെ അനുഗ്രഹിക്കും. Amen. If the worshippers are few in number, God will still bless them. ആരാധിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് എന്റെ ദൈവം. Our God is a God who blesses those that worship him. ആ 70 പേര് 700 പേരായി മാറി. That 70 became 700. 700 7,000 മാറി. 700 became 7,000. 7,000 70,000 മാറി. 7,000 became 70,000. പിന്നീട് കണക്ക് ചോദിച്ചാൽ ഇത് 10-20 ലക്ഷമായി മാറി. Then they became hundreds of thousands. കാരണം ആരാധനയിൽ അനുഗ്രഹമുണ്ട്. Because there is blessing in worship. ആരാധിക്കുന്നവരുടെ കൂടെ ദൈവമുണ്ട്. God is present in the midst of those that worship. ആരാധിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ആധിപത്യമുണ്ട്. There is a rulership of God. The reign of God is present over those that worship. നീ ദൈവാധിപത്യത്തിന്റെ കീഴിലാണെങ്കിൽ
If you are under the reign of the Lord, നീ വർദ്ധിച്ചു പെരുകും. you will multiply and increase. ദൈവാധിപത്യത്തിന്റെ പ്രകടമായ ലക്ഷണം എന്ന് പറയുന്നത് നീ വർദ്ധിച്ച് പെരുകും. The splendor and the beauty of God's sovereign rulership is that you will multiply and അത് increase. പിന്നീട് അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾക്കകത്തുണ്ട്. That the blessing of the promise given to Abraham is present ഞാൻ there. നിന്നെ അനുഗ്രഹിക്കും. I will bless you. ഞാൻ നിന്നെ അനുഗ്രഹിച്ചു നിന്റെ പേർ വലുതാക്കും. I will make your name great. നീ ഒരു അനുഗ്രഹമായിരിക്കും. You will be a blessing. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ I അനുഗ്രഹിക്കും. will bless those that bless you. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. I will curse those that curse you. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. All the nations of the land will be blessed by you. ആർക്കാന്ന് ചോദിച്ചത് അനുസരിച്ച് ആരാധിക്കുന്നവർക്കാണ്. Who is this promise for? It is those that obey and worship God. ശ്രദ്ധിക്കണമേ, ഇസ്രായേൽ മക്കൾ ഇപ്പോൾ വർദ്ധിച്ചു പെരുകി. Listen to me, the people of Israel have multiplied. എവിടാന്നറിയാമോ? മിസ്രൈമിൽ. Where have they multiplied? In Egypt. ഏത് സ്ഥലത്താണെങ്കിലും ആരാധിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. Whatever place you are in, if you are a worshipper, you will be blessed. ഏത് സ്ഥലത്താണെങ്കിലും ശത്രുവിന്റെ പാളയത്തിലാണെങ്കിലും നീ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനാണെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. If you are a person that worships God, regardless of your location, even if it is the fortress of your enemy, the glory of the Lord will manifest. സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ട് ആരാധന നഷ്ടപ്പെടുത്തരുത്. ഏത് സാഹചര്യത്തിലും ദൈവമക്കൾ Just ആരാധിക്കുന്നവരായിരിക്കണം. because your circumstances are unfavorable, do not quench your worship. In every place, your worship must burn. ഇവർ ഇങ്ങനെ വർദ്ധിച്ചു പെരുകിയത് കണ്ടപ്പോൾ ഫറവോനും അവന്റെ കൂട്ടർക്കും മാതിയായി. When they saw the multiplication and the increase of the Israelites, the Pharaoh and the people became afraid. അവർ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, നമ്മൾ 70 പേരെയല്ലേ അങ്ങോട്ട് കയറ്റി വിട്ടത്, ഇത്ര പെട്ടെന്ന് ഇവരെങ്ങനെ ഇത്രയും പെരുകിയത്? They called for a council and they wondered, we only allowed 70, but how have they multiplied this much? അതിനകത്ത് ബുദ്ധിയുള്ളവരും പറഞ്ഞു, ഞാനത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇവരുടെ നടുവിൽ ഇവരുടെ ദൈവമുണ്ട്, ഇവർ ആരാധനക്കാരാണ്. There was a wise man among them who understood God is among them. These are worshippers. ഇവർ ആരാധന ഒഴിവാക്കത്തില്ല. These people will never let go of their ഇവർ worship. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്തോ ഇവർ ആരാധിക്കുന്നവരാണ്. No matter what problems they face, these are worshippers. അതുകൊണ്ട് ഇവരുടെ നടുവിൽ ഇവരുടെ ദൈവം ഇറങ്ങി വരും. And that's why their God is in their midst. പിന്നീട് പറഞ്ഞാൽ ഇവർ വേറൊരു പ്രമാണമുള്ളവരാ. In other words, they have another law that they follow. ഇവരെല്ലാവരുടെ കൂടെ കൂട്ടുകൂടുന്നവരല്ല. These are not people that come and enjoy fellowship with everyone. ഇവരുടെ നടുവിൽ ആഘോഷങ്ങളുണ്ട്. There is triumph in their midst. രാജാവുള്ളിടത്ത് രാജകോലാഹലം ഇവരുടെ നടുവിലുണ്ട്. Wherever the king is present, the triumphant voice of the king is also present. അതുകൊണ്ടാണ് ഇവർ അനുഗ്രഹിക്കപ്പെട്ടത്. That is why these are blessed people. പെട്ടെന്ന് ഫറവോൻ അങ്ങനെയാണെങ്കിൽ ഇവരോട് ബുദ്ധിയോടുകൂടെ പെരുമാറണം. So that's why the Pharaoh said, if that is the case, we have to deal with them wisely. കാരണം അവൻ പറഞ്ഞു, നേരിട്ട് ഇവരോട് ഇപ്പോൾ എതിർത്താൽ നമ്മൾ തോക്കും. Because he understood, if we come against them directly, അതുകൊണ്ട് ബുദ്ധിയോടുകൂടെ പെരുമാറണം. we may become defeated. So let us deal with them wisely. ശ്രദ്ധയോടെ കേൾക്കണം. ശത്രു ബുദ്ധിയോടുകൂടെ പെരുമാറിക്കൊണ്ടിരിക്കുക, നമ്മൾ ബുദ്ധിയില്ലാതെ പെരുമാറുകയാണ്. You have to listen to this. The enemy deals with all things wisely, but we lack in wisdom when we deal with him. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമാക്കി മാറ്റണം. ശരീരം ലോകത്തെ പ്രദർശിപ്പിക്കാനുള്ളതല്ല, ശരീരം ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ളതാണ്. That is why the apostle Paul says, you must surrender your bodies as a living sacrifice, good and perfect and reasonable in worship unto the Lord, not conforming to the things of the world. ബുദ്ധി പോയതിന്റെ ലക്ഷണമാണ്, പെന്തക്കോസ്തുകാർക്ക് ബുദ്ധി പോയതിന്റെ ലക്ഷണമാണ് ശരീരം ലോകത്തിന് പ്രദർശന വസ്തുവാക്കി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, മാറ്റിക്കൊണ്ടിരിക്കുക. ഈ ശരീരം ലോകത്തിന് പ്രദർശന വസ്തുവാക്കി മാറ്റുന്നതല്ല, ഈ ശരീരം ദൈവത്തിന് പ്രസാദമാക്കി മാറ്റുന്നതാണ്. The evidence that Pentecostals have lost our wisdom is that we have surrendered our bodies to conform to the things of this world when this body was not designed for such conformity. കാരണം ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. Because this body is the temple of God. ദൈവം വസിക്കുന്ന ആലയമാണ്. This body is the dwelling place of God. അതുകൊണ്ട് ഇതിനെ മോടി പിടിപ്പിക്കുകയല്ല, ഇതുകൊണ്ട് ബലവും സൗഖ്യവും സൗന്ദര്യവും ഓർമ്മശക്തിയിൽ തന്നുകൊണ്ട് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കും. And so everything that he has given me, my health, my beauty and my well-being, I will use it to please God. ബുദ്ധിയോടുകൂടെ പെരുമാറാൻ അവർ തുടങ്ങിയാണ്. And so if you begin to walk in wisdom, ശ്രദ്ധിക്കണേ, എന്താ അവർ ചെയ്തെന്നറിയാമോ?
Do you know what the Pharaoh and his people did? അവര് കണ്ടുപിടിച്ച കാര്യം ഇവർ ആരാധന ഒഴിവാക്കത്തില്ല. They understood these people will not get rid of അവര് worship. ബുദ്ധിയോടുകൂടെ പെരുമാറിയ ഒന്നാമത്തെ കാര്യം ആരാധനയിലേക്ക് വിടാതെ അവരുടെ ജോലി സ്ഥലത്ത് അവരെ തളച്ചിട്ടു. So with wisdom and wiseness, what they did at first is that they increased their labor to hinder their worship. ഇന്ന് ആരാധനയ്ക്ക് പോകണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ തോന്നിപ്പിക്കുന്നത് ശത്രുവിന്റെ തന്ത്രമാണ്. If you have the thought that I should not go for worship today, that thought is of the devil, and he is the one that planted it in your heart. ദൈവം തരുന്ന അവസരങ്ങളിൽ കൂട്ടായ്മ കൂടുവാൻ, ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പിൻപിൽ ശത്രുവിന്റെ ബുദ്ധിപൂർവമായ നീക്കമാണെന്ന് തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. If you are losing and sacrificing opportunities given to you to come into the fellowship to worship God, it is a work of the enemy that you must rise up against. കാരണം നീ ദൈവാധിപത്യത്തിന്റെ കീഴിലായതുകൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത് അവന് സഹിക്കാൻ കഴിയുന്നില്ല. നിന്നെ എങ്ങനെയെങ്കിലും ആ ദൈവാധിപത്യത്തിൽ നിന്ന് വലിച്ചെറിയണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ആരാധനയിൽ നിന്ന് നിന്നെ വലിച്ചു മാറ്റുകയാണ്. പരിശുദ്ധാത്മാവ് ചില യൗവനക്കാരെ നോക്കിക്കൊണ്ട് ദൂത് പറയുകയാണ്, നിങ്ങളെ വശീകരിച്ച് വഷളാക്കുവാൻ ചില വ്യാപാരങ്ങൾ വെളിപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ബന്ധങ്ങളെ സൂക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. The Holy Spirit has a prophetic word for the young people. There are some deceptive forces that are seeking for your downfall. You must check your relationships and bring them into order. നിങ്ങളുടെ അടുത്ത് വരുന്ന ആളിന്റെ ഉദ്ദേശം എന്താണെന്ന് ആത്മാവിൽ നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ വശീകരിക്കപ്പെടും, വഷളാക്കപ്പെടും. If you don't discern the intention of the person that is coming near you, you will be deceived and fall into deception. ദൈവത്തിൽ നകറ്റുന്ന പ്രവർത്തികൾ ശരീരവും മനസ്സും ശുദ്ധമായെങ്കിൽ ആരാധന വെളിപ്പെടത്തുള്ളെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. Only if your heart and your body has been cleansed and maintained clean can worship അതുകൊണ്ടാണ് manifest. പറഞ്ഞ ബുദ്ധിയുള്ള ആരാധനക്കാരെങ്ങനെ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവും, ആ ബന്ധം ദൈവത്തിന് പ്രസാദമാണോ എന്ന് ചിന്തിച്ചിട്ട് വേണം ആ ബന്ധത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ. That is why the Bible says reasonable worship is when you give your bodies for holy and perfect and acceptable worship before the Lord. ആ സംസാരം ദൈവത്തിന് ഇഷ്ടമാണോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ആ ഫോണിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താൻ. Your phone communications must only take place after you have discerned whether this communication is pleasing to the Lord. യൗവനക്കാരെ ശരീരം ശുദ്ധമാകണം. Yes, my children of God, your bodies must become cleansed. ദൈവഹിതമല്ലാത്ത ഒരാളും നിന്റെ ശരീരത്തെ സ്പർശിക്കുവാൻ നീ അനുവദിക്കരുത്. Do not allow a single person to come near your body unless it is the will of God. യേശുവല്ലാതെ വേറൊരു വിഗ്രഹം നിന്റെ അകത്തേക്ക് കയറരുത്. Other than Jesus, let there be no idol in your heart this morning. അത് പാപമാണ്. It is a sin. ഈ ദൈവ ശബ്ദത്തെക്കാൾ മധുരമായി വേറൊരു ശബ്ദം നിന്റെ ചെവിയിൽ വരാൻ അനുവദിക്കരുത്. Do not allow any other voice that seems to be sweeter than the voice of God himself. ഈ ദൈവ സാന്നിധ്യത്തെക്കാൾ വേറൊരു അന്തരീക്ഷം ആരെങ്കിലും ഉളവാക്കിയാൽ നീ അതിൽ പോകാൻ അനുവദിക്കരുത്. Do not allow yourself to step into any other atmosphere other than the atmosphere of God's presence. ഭക്ഷണങ്ങളിൽ വശീകരിച്ച് വഷളാക്കുന്ന വ്യാപാരങ്ങൾ വെളിപ്പെടുന്നുണ്ട്. There are even deceptive forces working through the foods that you consume. അങ്ങനെയുള്ള കൂട്ടായ്മകൾ അസ്തമിക്കണം. Such relationships and gatherings must be brought to an end. ദൈവസഭ ശക്തമായ ആവശ്യത്തിന് പ്രാർത്ഥിക്കണം. The church must pray very powerfully regarding ആത്മാവ് this. ശക്തമായിട്ട് യൗവനക്കാരെ നോക്കിയിട്ട് വിളിച്ചു പറയുന്നു. The Holy Spirit is calling out to young people this morning. എന്താ ബുദ്ധിപൂർവം ചെയ്തെന്നറിയാമോ? What did the enemy do in his wiseness? ആരാധനയ്ക്ക് പോകാൻ കഴിയാത്ത തരത്തിൽ ഇഷ്ടേക്കളത്തിൽ അവരെ തളച്ചിട്ടു. In order to take them away from worship, he increased their labor and made them busy. ഓവർ ടൈമായി. They had overtime at their work. അതിനനുസരിച്ചുള്ള നന്മ കിട്ടിയില്ലെങ്കിലും പണി വർദ്ധിപ്പിക്കാൻ തുടങ്ങി. Even though they could not reap the benefits of the overtime, their work increased. ഇന്നത്തെ കാലത്തെ പോലെ ആളിനെ കുറച്ചുകൊണ്ട് പണി കൂട്ടി കൊടുത്തു. Amen. Just like today, they will decrease the number of laborers and increase the workload. ഇപ്പൊ ആഗ്രഹിച്ചിട്ടും ആരാധനയ്ക്ക്
പോകാൻ പറ്റുന്നില്ല. Now, even though they desire it, they cannot go for ഇപ്പോൾ worship. കൂട്ടായ്മയ്ക്ക് പോകാൻ പറ്റുന്നില്ല. They cannot go for gatherings. പതുക്കെ അവർ ആരാധനയിൽ നകന്നു. And so slowly but surely they walked away from worship. മറ്റു പല വിഷയങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കയറി വരികയാണ്. And many other things began to walk into their lives. ശ്രദ്ധിക്കണമേ, ദൈവാധിപത്യത്തിന്റെ കീഴിലായിരുന്നു. They used to be under the leadership of God. പക്ഷേ ഇപ്പോൾ പതുക്കെ അവർ ദൈവാധിപത്യത്തിൽ നിന്ന് ഫറവോന്റെ ആധിപത്യത്തിലേക്ക് But കയറുകയാണ്. slowly they have walked away from the reign of God and under the reign of Pharaoh. പരിശുദ്ധാത്മാ ദൂത് പറയുന്നു, ആരാധന നഷ്ടപ്പെടുത്തിയാൽ, ദൈവിക കൂട്ടായ്മ നഷ്ടപ്പെടുത്തിയാൽ ദൈവാധിപത്യത്തിന്റെ കീഴിൽ നിന്ന് നീ ഫറവോന്റെ ശത്രുവിന്റെ ആധിപത്യത്തിന് കീഴിലേക്ക് കയറും. If you sacrifice your worship, if you sacrifice godly gatherings, you will walk away from the reign of God and submit yourself to the reign of Pharaoh. ഫറവോന്റെ ആധിപത്യത്തിന്റെ കീഴിലായി പോയാലുള്ള ലക്ഷണം എന്താണെന്ന് അറിയാമോ? Do you know what is the result of being under the reign of Pharaoh? രാത്രി മുതൽ പകൽ മുതൽ മൊത്തം ജോലിയാ, പക്ഷെ ജീവിതം കൈപ്പായി എന്ന് പുസ്തകം പറയുന്നു. You will work and labor all day and all night long, but your life will be a book of bitterness. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായത്തിൽ പറഞ്ഞു അവരുടെ ജീവിതം കൈപ്പായി. The book of Exodus chapter 1 and 2 says their lives became bitter. ജീവിതത്തിൽ ഇപ്പോൾ സന്തോഷമില്ല, There is no joy in their lives, സമാധാനമില്ല, no peace in their lives, സ്വസ്ഥതയില്ല, no well-being, സൗഖ്യമില്ല, no healing, സമ്പത്തുമില്ല. and no prosperity. ഒന്നാമത് സംബന്ധിച്ചത് ജീവിതം കൈപ്പായി. And the first thing was that their lives became bitter. ഒരിക്കൽ ആരാധനയുടെ സന്തോഷം അനുഭവിച്ചവർക്ക് ഇപ്പോൾ സന്തോഷമില്ല. They used to enjoy the joy of worshiping God, now they have no joy. രണ്ടാമത് സംഭവിച്ചത് ജീവിതത്തിൽ മുറിവുകൾ ഉണ്ടാകുകയാ. The second thing that happened is they had a lot of brokenness in their lives. വിചാരകന്മാർ അവരെ മാറി മാറി ഉപദ്രവിക്കുകയാ. The slave masters used to beat them again and again repeatedly. ഹല്ലേലൂയ, കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാർ സംസാരിച്ചാൽ മുറിയുകയാ. And there was, even if you utter a single word as a child, the slave masters tormented ഭാര്യ you. ഭർത്താവിനോട് സംസാരിച്ചാൽ മുറിയുകയാ. If husband speaks to wife, the slave masters begin to ആർക്കും torment. തമ്മിൽ സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയുന്നില്ല. No one was able to speak to one another in love. ആകപ്പാടെ മുറിയുന്ന വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെളിപ്പെടുകയാ. And now there was beating after beating from their slave masters. നിങ്ങളെ ദൈവാധിപത്യത്തിന്റെ കീഴിൽ നിന്ന് പോയി ഫറവോന്റെ ആധിപത്യത്തിലായതിന്റെ ലക്ഷണമാണത്. This is the result of walking away from the reign of God and going under the reign of Pharaoh. കുടുംബമായി നിനക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല, എന്തെങ്കിലും മിണ്ടിയാൽ പ്രശ്നമായി മാറുന്നുണ്ടെങ്കിൽ അതിന്റെ പിൻപിൽ ദൈവത്തിന്റെ ശത്രുവായ ഫറവോന്റെ വ്യാപാരമാണ്. If you are living a joyless life and if you're facing problems for uttering a single word, there is a work of Pharaoh behind that. മൂന്നാമത് സംഭവിച്ചത്, അയ്യോ, ഓമനിച്ചു വളർത്തിയ തലമുറകളെ, ഓമനിച്ചു വളർത്തിയ തലമുറകളെ നൈൽ നദിയിൽ കൊണ്ടുപോയി ഫറവോന്റെ പടയാളികൾ പിടിച്ചെടുത്തോണ്ട് പോയി, അമ്മയുടെ മാറിൽ നിന്ന് പിടിച്ചെടുത്തോണ്ട് പോയി നൈൽ നദിയിൽ മുക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലുമ്പോഴും ഒന്ന് പ്രതികരിക്കാൻ കഴിയാതെ 21 ലക്ഷം പകച്ചു നിൽക്കുകയാ. The third result was that generations that they had given birth to and raised with great love and care were sacrificed. Something like 200,000 some children were sacrificed in the river Nile. ഇന്നും അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Is that not what's happening even now? തലമുറകൾ നഷ്ടപ്പെട്ടിട്ടും പ്രതികരിക്കാൻ കഴിയുന്നില്ല. Our children are lost and we are not able to do anything about ഞാൻ it. ഇറങ്ങിയിട്ട് 27 വർഷമായി. It has been 27 years. ഞാൻ പെന്തക്കോസ്ത് അനുഭവത്തിൽ 27 വർഷമായി. It has been 23 years since I came into this ഞാൻ experience. ഇറങ്ങിയ കാലയളവിൽ ഞാൻ കണ്ട് ഒരു തലമുറ നഷ്ടമായാൽ ദൈവസഭ ഉണർന്നിരുന്നു പ്രാർത്ഥിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ വീട്ടിലിരുന്ന് മാറാതെ പ്രാർത്ഥിച്ച് അവനെ മടക്കി ഇതിനകത്ത് കൊണ്ടുവന്ന് ആത്മാവിൽ ആരാധിച്ച് ജയമെടുക്കും. There used to be a time when even if a single young person was lost from the fellowship, the church would fast and pray and fight in the spirit to bring that child back. ഇന്ന് തലമുറകളെ ശത്രു വശീകരിച്ച് കൊണ്ടുപോയി തകർത്ത് കളയുമ്പോഴും ഒന്നും പ്രതികരിക്കാൻ സഭയ്ക്കും കഴിയുന്നില്ല, ഭവനത്തിന് കഴിയുന്നില്ല, മാതാപിതാക്കന്മാർ കഴിയുന്നില്ല, ആർക്കും കഴിയുന്നില്ല. കാര്യം എന്താ? 21 ലക്ഷം ഉണ്ടായിരുന്നു. ഞാൻ ചിന്തിക്കാറുണ്ട്, 21 ലക്ഷം ഉണ്ടായിരുന്നു. ശത്രു പോലും പറഞ്ഞു ഇവർ ഒരുമിച്ച് നിന്നാൽ ഞങ്ങൾ തോൽക്കും. എന്നാൽ ഈ തലമുറകളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ 21 ലക്ഷം ഒന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റായിരുന്നെങ്കിൽ ശത്രു പേടിച്ചിട്ടടിച്ചു പോയത്. പക്ഷെ പ്രതികരിക്കാൻ കഴിയുന്നില്ല. അതിന് കാരണം ദൈവാധിപത്യത്തിന് കീഴിൽ നിന്ന് ഇപ്പോൾ ഏതാധിപത്യത്തിലേക്ക് മാറി? ഫറവോന്റെ ആധിപത്യത്തിൽ. Now they have lost so many children, hundreds of thousands of children to the enemy, and they could not
not do anything about it to bring them back, to restore them. The reason is they walked away from the reign of God and under the reign of എന്നെ Pharaoh. കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പരിശുദ്ധാത്മ പറഞ്ഞ ദൂത് ഞാൻ കൈമാറുക. വേറെ ദൂതില്ലഞ്ഞിട്ടല്ല, ആത്മാവ് തന്ന ദൂത് ഞാൻ കൈമാറുകയാണ്. ആരാധന നഷ്ടപ്പെട്ടാൽ, ദൈവിക കൂട്ടായ്മ നഷ്ടപ്പെട്ടാൽ, ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ, ഹല്ലേലൂയ, എത്ര സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും, എത്ര വലിയ ജോലി ഉണ്ടെങ്കിലും, എത്ര വലിയ സംവിധാനങ്ങൾ നിനക്ക് ചുറ്റുമുണ്ടെങ്കിലും, ജീവിതം കൈപ്പാകും. മുറിവുകൾ ഉണ്ടാകും, തലമുറകൾ നഷ്ടപ്പെടും. ഹല്ലേലൂയ, തിരിച്ചു പിടിക്കാൻ കഴിയാത്ത തരത്തിൽ നീ തകർന്നു പോകും. This morning, let me give to you the word of the Holy Spirit. This morning, the Lord is reminding you, if you walk away from the reign of God, you will go through a joyless situation. You will go through brokenness, and your children and your generations may be lost to Pharaoh. ദൈവമക്കളെ ശ്രദ്ധിച്ചു നോക്ക്. ഒന്നോ രണ്ടോ വർഷമല്ല, 430 വർഷം തലമുറകളെല്ലാം അടിമനുഖത്തിൽ തകരുകയാണ്. People of God, look closely. Not just 1 or 2 generations, but for 400 years, generations were lost. മാതാപിതാക്കന്മാരുടെ ആരാധന നഷ്ടപ്പെട്ടപ്പോൾ എത്ര തലമുറകൾ അടിമനുഖത്തിൽ പോയി. When the worship of mothers and fathers was lost, how many generations had to reap the consequences of that? പ്രമാണം നഷ്ടപ്പെട്ടാൽ മാതാപിതാക്കന്മാരെ തലമുറകൾ നഷ്ടപ്പെടും. If the command and the law of the Lord is lost, your children will also be lost. പുറപ്പാട് 20:1-2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, ഒരു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്, ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത്, വാങ്ങരുത്, വണങ്ങരുത്, നമസ്കരിക്കരുത്. ഇതേ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ സമുദ്രത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമയരുത്, അവയെ സേവിക്കോ നമസ്കരിക്കോ ചെയ്യരുത്. ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ്. എന്നെ പകച്ചാൽ പിതാക്കന്മാരുടെ അകൃത്യം 3-4 തലമുറ വരെ ഞാൻ മക്കളോട് ചോദിക്കും. എന്നാൽ എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചാൽ 1000 തലമുറ വരെ ഞാൻ അവരോട് ദയ കാണിക്കും. Exodus chapter 20 verse 4 says, you shall not make for yourself a carved image, any likeness of anything that is in heaven above, or that is in earth beneath, or that is in the water under the earth. You shall not bow down to them nor serve them. I am a jealous God. The iniquity of the fathers will be upon the children to the 3rd and 4th generations, but showing mercy to thousands to those who love me and keep my commandments. അതുകൊണ്ട് ഞാൻ കരങ്ങളെ കൂപ്പിക്കൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭ, അത്ഭുതങ്ങളിലേക്ക് കടക്കാൻ പോകുന്ന ദൈവസഭയോട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ആരാധന നഷ്ടപ്പെടുത്തരുത്. So let me put my hands together and implore you this morning, hallelujah, because you are a blessed church and a church of worship, do not compromise on your worship. കൂട്ടായ്മ നഷ്ടപ്പെടുത്തരുത്. Do not compromise on godly gatherings. വേർപാട് നഷ്ടപ്പെടുത്തരുത്. Do not compromise on your sanctification. വിശുദ്ധി നഷ്ടപ്പെടുത്തരുത്. Do not compromise on holiness. ദൈവസഭയോട് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്ക്. Stand with the church and give glory unto the Lord. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. The Lord will bless you. ദൈവം നിങ്ങളെ മടക്കി വരുത്തും. The Lord will restore you back. ദൈവം നിങ്ങളുടെ കൂടെ വസിക്കും. The Lord will dwell with you. സന്തോഷമുള്ളവർ സ്തോത്രം ചെയ്താട്ടെ. Can we praise him this morning? ഒത്തിരി കാര്യം എനിക്ക് പറയാനുണ്ട്. 3-4 ദിവസം കൊണ്ട് തന്നെങ്കിലേ പറ്റത്തുള്ളൂ. Amen. I have much to say. It may require 3 or 4 days. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. But let me tell you one more thing. 430 വർഷം അടിമനുഖത്തിൽ കിടന്നു. അവസാനം അവർ ഒരുമിച്ച് വെളിയിലോട്ട് നോക്കി. For 430 years they lived in captivity. Finally they looked up. അല്ലാതെ അവിടെ കിടന്നുകൊണ്ട് ഫറവോന് ഞാൻ ഇനി അടിമയല്ല, പരമസിയോന് ഞാൻ ഇനി അന്യല്ലെന്ന് പാടിയാൽ, അല്ലെങ്കിൽ അവിടെ കിടന്ന് പാടത്തേ ഉള്ളൂ, അടിമനുഖം മാറുകയില്ല. But if you just sit there and sing your songs, you may not come out of your bondage. ഇന്ന് അടിമനുഖത്തിൽ കിടന്നുകൊണ്ട് ജീവിതം കൈപ്പായി മുറിവുകളുമായി തലമുറയും പോയിട്ട് കിടന്ന് പാടുവാ, ഫറവോന് ഞാൻ ഇനി. Amen. Sitting in captivity, having lost your generations, living in brokenness and joylessness, no point in singing your songs. ആ ആധിപത്യത്തിൽ നിന്ന് കീഴിൽ നിന്ന് ദൈവാധിപത്യത്തിലേക്ക് തിരിച്ചു വന്നവൻ പാടേണ്ട പാട്ടാണ്, ശത്രുവിന് ഞാൻ ഇനി അടിമയല്ല. Amen. You have to come out from the reign of Pharaoh and back into the reign of God for you to say, I am no longer a slave to Pharaoh. 430 വർഷം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചറിഞ്ഞു, വേറെ ഒരു മാർഗമില്ല. എങ്ങോട്ട് നോക്കണം? പണ്ട് ഞങ്ങൾ വിട്ട ആരാധനയിലേക്ക് എന്ത് ചെയ്യണം? After 430 years, they understood there's only one thing to do. We need to look unto the Lord, the same one whom we used to worship 400 years ago. ഏതെങ്കിലും കൃപാവര പ്രാർത്ഥന്മാരെ വിളിച്ച് വീട്ടിൽ കെട്ടി തലയിൽ കൈവച്ചാലൊന്നും ഇത് പൊട്ടുകയില്ല. There is no use in bringing, hallelujah, anointed, gifted servants of God and asking them to lay hands on your head and praying for you. ഒറ്റ മാർഗമേ ഉള്ളൂ, മേളിലോട്ട് നോക്കുക. Only one way is ahead of us. Let us look unto the Lord. മേളിലോട്ട് എല്ലാവരും മേളിലോട്ട് നോക്കിയാൽ Can we all look up? Hallelujah. നമ്മുടെ ദൈവം മേളിലിരിക്കുന്നവൻ. Our God is reigning on high. നമ്മുടെ ദൈവവും അവൻ സ്വർഗ്ഗത്തിലുണ്ട്. Our God reigns in the heavens. സന്തോഷമുള്ളവർ സ്തോത്രം ചെയ്താട്ടെ. Can we praise him this morning with joy? അവർ മേളിലോട്ട് നോക്കാനിരിക്കുകയായിരുന്നു, തമ്പുരാൻ താഴോട്ട് നോക്കാൻ.
one more time. അവർ അമ്മയിലോട്ട് നോക്കാനിരിക്കുകയായിരുന്നു, തമ്പുരാൻ താഴോട്ട് നോക്കാൻ. Amen. For them to look up, the Lord was able to look down on them. 2 ദിവസം കാത്തിരുന്നില്ല. ആ സെക്കൻഡിൽ തമ്പുരാൻ പറയാണ്, ഞാൻ അവരുടെ കണ്ണുനീര് കണ്ടു കണ്ടു, അവരുടെ നിലവിളിയുടെ ശബ്ദം കേട്ടു കേട്ടു. God did not wait for 2 days. The very second they looked up unto him, the Lord saw them and saw their affliction and heard their cry. കേൾക്കുന്ന ദൈവമക്കളെ, അവൻ കൊതിയോടെ കാത്തിരിക്കുക നിന്റെ കുടുംബത്തെ ഒന്ന് വിടുവിക്കാൻ. People of God, the Lord is hungrily waiting for you and to deliver you. നാളുകളായി അവൻ കാത്തിരിക്കുക അടിമനോകം തകർക്കാൻ. Days after days he has been waiting to destroy your captivity. ഞാനത് കണ്ടു കണ്ടു, ഞാൻ അവരുടെ നിലവിളിയുടെ ശബ്ദം കേട്ടു കേട്ടു, ഞാൻ അവരെ വിടുവിക്കാൻ ഇറങ്ങി വരികയാണ്. I have seen their affliction, I have heard their cry, and I have come down to deliver them. ദൈവം ഇറങ്ങി വരികയാണ്. The Lord is coming down. നാളുകളായുള്ള നിന്റെ ബന്ധനത്തെ അഴിക്കാൻ ദൈവം ഇറങ്ങി വരികയാണ്. The Lord is coming down to destroy your captivity for years. നിന്റെ കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ ഇറങ്ങി വരികയാണ്. He has come down to make your family joyful, മടക്കി വരുത്താൻ ഇറങ്ങി വരികയാണ്. to restore your generations. The Lord is coming down. ആ പരിശുദ്ധാത്മാവ് ആത്മാവിൽ കൈമാറുകയാ. ദൈവസഭയുടെ പറയുക, ഹല്ലേലൂയ, ദൈവം ഇറങ്ങി വന്നിരിക്കുകയാ. The Lord is saying, the Lord has come down. ഹല്ലേലൂയ, ദൈവജനത്തെ അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കാൻ ദൈവം ഇറങ്ങി വന്നിരിക്കുകയാ. The Lord has come down. ദൈവം ഇറങ്ങി വരുത്തുക. കുടുംബത്തിനകത്ത് സന്തോഷം മടക്കി വരുത്തുവാൻ ദൈവം ഇറങ്ങി വരികയാ. അതാ നമ്മൾ ആദ്യ ദിവസം കേട്ട രക്ഷയുടെ സന്തോഷം തിരികെ വരികയാ. എത്ര പേര് സന്തോഷിക്കുന്നുണ്ട്? How many of you are joyful? തുടക്കം മുതലുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ ദൂത് അങ്ങനെയാണ്. From the beginning, this is the word of the Lord. പരിശുദ്ധാത്മാവിനെ എനിക്ക് മടക്കി തരണം. Lord, restore unto me your Holy Spirit. രക്ഷയുടെ സന്തോഷം തിരികെ വരണം. Restore unto me the joy of salvation. അതിനുവേണ്ടി ഈ ദൈവസഭയെ ഈ ദേശത്ത് ദൈവം നട്ടിരിക്കുകയാണ്. The Lord has planted this church in this place for this purpose. എന്നോട് ഇവിടെ വരുന്നതിന് മുൻപ് ദൈവാത്മാ പറഞ്ഞു, ഈ സഭയുടെ 2ാം ഘട്ടത്തിലേക്ക് നിങ്ങൾ കടന്നിരിക്കുക. Before I came here, the Lord told me you have come to the second stage. ആരാധന യഥാസ്ഥാനത്തായി കഴിഞ്ഞു. That is the place where you have to have ഇനി worship. ജനം അതിന്റെ കൂടെ അങ്ങ് നിന്നാ മതി. You just have to stand along with the ജനം people. വാതുറന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാ The മതി. people must just open their mouths and worship. അത്ഭുതങ്ങൾ പറന്നു വരാൻ പോകുകയാണ്. The Lord will send miracles. അതാ 2ാമത്തെ ദൂത്. That is the second word. അതാണ്ട് ദൈവം ഇറങ്ങി വന്നു മോശയിലൂടെ. മോശയെ സ്വീകരിച്ചു ജനം. 21 ലക്ഷം ഈ ഉണങ്ങിയ മനുഷ്യനെ എന്തോ ഇത് സ്വീകരിച്ചു. കാരണം ദൈവം അയച്ചിട്ട് വന്നതാ. Amen. These hundreds of thousands of people were waiting for God, and there was a man who was a small man named Moses, having sent by the Lord, appeared. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ദൈവം അയച്ചിട്ട് ദൈവ ഇഷ്ടപ്രകാരം നിന്നെ ഈ ദേശത്തേക്ക് അയച്ചതാണ്. Amen. I have no connection with pastor, but the Lord is saying, having chosen you and appointed you, I have brought you to this land. അത് 1ാമത്തെ ഘട്ടം കഴിഞ്ഞു. ആരാധനയുടെ അന്തരീക്ഷം ഉണ്ടായി വരുന്നു. Amen. The first stage is done. Now the atmosphere of worship will manifest. 2ാമത്തെ അന്തരീക്ഷം മരുഭൂമിയിലൂടെ നടക്കാൻ പോകുകയാ. The second stage is the journey through the wilderness. മരുഭൂമിയിലൂടെ ദൈവം നടത്താൻ പോകുകയാ. The Lord is going to make you walk in the wilderness. മരുഭൂമിയിൽ മാത്രമേ ആരാധന വെളിപ്പെടത്തുള്ളൂ. Only in the wilderness can your worship manifest. കൊട്ടാരത്തിൽ ആരാധന വെളിപ്പെടത്തില്ല. Worship could not manifest in the palace. എന്താ കൊട്ടാരത്തിലേക്ക് ദൈവം കൊണ്ടുപോകാഞ്ഞേ? But why did he not take you to the palace? വിടുവിക്കപ്പെട്ട ജനത്തെ എന്താ പറഞ്ഞത്? എന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കാൻ. What did they say? Release my people that they may worship me. ആരാധന എവിടെയായിരിക്കണം? മരുഭൂമിയിലായിരിക്കണം. Where should your worship be? It must be in the wilderness. ആരാധന കൊട്ടാരത്തിലല്ല. Not in the palace. ആരാധന മരുഭൂമിയിലാണ്. But in the wilderness. കൊട്ടാരത്തിൽ പലതും ആശ്രയിക്കാനുണ്ട്. There is much refuge in the palace. മരുഭൂമിയിൽ ഒന്നും ആശ്രയിക്കാനില്ല. But there is no refuge in the wilderness. മരുഭൂമിയിൽ തെക്കോട്ട് നോക്കാൻ പറ്റില്ല. മരുഭൂമിയിൽ വടക്കോട്ട് നോക്കാൻ പറ്റില്ല. മരുഭൂമിയിൽ കിഴക്കോട്ട് നോക്കാൻ പറ്റില്ല. മരുഭൂമിയിൽ പടിഞ്ഞാറോട്ട് നോക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും വേണമെങ്കിൽ മുകളിലോട്ട് നോക്കണം. You cannot look to the east, the west, the north or the south. In the wilderness, you only have one option. It is to look up unto the Lord. ആശ്രയം ദൈവത്തിൽ മാത്രമായിട്ടുള്ളവൻ മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുന്നവനാണ്. If your refuge is found only in the Lord, even in the wilderness you will worship him. ദൈവസഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു, മരുഭൂമിയിലാണ് ആരാധന. The Holy Spirit is speaking to the church.
church, worship is in the ഈ wilderness. സഭയുടെ ആരാധന മരുഭൂമിയിലാണ് This worship, the worship of the church is in the wilderness. എന്ന് പറഞ്ഞാൽ ആശ്രയിക്കാൻ മനുഷ്യരാരുമില്ല, ആശ്രയിക്കാൻ സംവിധാനങ്ങളൊന്നുമില്ല. എന്ത് വിഷയമുണ്ടെങ്കിലും എങ്ങോട്ട് നോക്കണം? മുഴങ്കാൽ മടക്കിയിട്ട് സ്വർഗത്തേക്ക് നോക്കണം. No matter where you look, there is no refuge, nor in people, nor in things, but putting your knees down to the ground, begin to worship. അങ്ങനെയാണെങ്കിൽ ലോകം കാണാത്ത അത്ഭുതങ്ങൾ മരുഭൂമിയിലുണ്ട്. If that is the case, there are miracles that the world has never seen happening in the wilderness. മരുഭൂമിയിൽ കടകളില്ല, There are no shops in the wilderness. മരുഭൂമിയിൽ വഴികളില്ല, There are no vendors in the wilderness. മരുഭൂമിയിൽ സംവിധാനങ്ങൾ, ചൂട് മറക്കാൻ സംവിധാനങ്ങളില്ല, There is no place for shade in the wilderness. ഇരുട്ട് മാറ്റാനുള്ള സംവിധാനങ്ങളില്ല. There are no facilities to take away the heat. പക്ഷെ ആരാധന മരുഭൂമിയിലാണെങ്കിൽ But if the worship is in the wilderness, പകൽ ചൂട് മാറ്റാൻ പകൽ മേഘസ്തംഭമാവും, there will be a cloud by day to take away the heat. രാത്രി തണുപ്പ് മാറ്റാൻ അഗ്നിത്തൂണായി മാറും. And to take away the cold by night, there will be a pillar of fire. വഴി ഒരുക്കിക്കൊണ്ട് എന്റെ ദൈവം മുൻപിൽ നടക്കും. There will be a God who will prepare a way for you, and we will walk ahead of you. അത് മാത്രമല്ല, ഒരു ദൂതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് മാത്രമല്ല, നിനക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് മന്ന നീ ഇരിക്കുന്ന കൂടാരത്തിൽ വീഴും. Not only that, the heavenly manna will fall into your tent in the wilderness. പർവ്വം പറഞ്ഞു, പോകട്ടെ മരുഭൂമിയിലോട്ട്. ആര് കൊടുക്കും ഭക്ഷണം? മരുഭൂമിയിലോട്ട് പോകട്ടെ, എത്ര നാൾ നടക്കും? അല്ല, മടങ്ങിയവർ വരും, കുഴഞ്ഞു വീഴും. പക്ഷെ ഇല്ല, മേളിൽ നിന്നൊരു മന്ന വരുന്നുണ്ട്. അത് മല്ലന്മാരുടെ ഭോജനമാണ്. Pharaoh thought, let them go to the wilderness. There is no food, there is no refuge in the wilderness. But God was ready to send manna, which was the food of the giants. അല്ലേ, കഴിഞ്ഞ 3-4 വർഷമായി ഈ സഭയിൽ വീഴുന്നത് സ്വർഗീയ മന്നയാണ്. For the past 3 to 4 years, what has been falling in this church is a heavenly manna. ഈ സഭ മന്ന വീഴുന്ന സഭയാണ്. This is a church where heaven's manna falls. സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവത്തിന്റെ വചനത്താൽ ഭക്ഷിക്കപ്പെടുന്ന സഭയാണിത്. അത് മനസ്സിലാക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. This is a church that receives the manna of heaven, and it is revealed in the word of God that is preached. മന്ന പെറുക്കിയെടുത്ത് അങ്ങ് കഴിച്ചാൽ മതി, വീടിന്റെ മുമ്പിൽ വീഴും. All you need to do is pick it up off the ground and eat it. ഇപ്പോൾ മന്ന തിന്ന് എല്ലാവരും നല്ല ആരോഗ്യമുള്ളവരായി. Now all these people eating the manna became very healthy people. ആ 430 വർഷത്തെ അടിമനോകത്തിലെ ക്ഷീണം മുഴുവൻ ഇവിടെന്തോ ഇത് മന്ന കഴിച്ചു മാറി. The weakness and the frailty of being in captivity for 400 years was removed by eating the manna of heaven. ദൈവവചനം കേട്ട് ബലപ്പെടുകയാ. They are receiving the word of God and they are strengthened. അപ്പൊ ദൈവം നോക്കിയോടാ, ഇവരുടെ ആരാധന വർദ്ധിക്കുന്നു. That's when the Lord looked and he realized the worship has increased. ഇവർ മരുഭൂമിയിൽ എന്റെ പുറകെ നടക്കുന്നു. These people are walking behind me in the wilderness. ഇവർക്ക് വേണ്ടി ചില സ്പെഷ്യലുകൾ റെഡിയാക്കി കൊടുക്കണം. അതാ ദൂത്. And God said, prepare something special for this people. തമ്പുരാൻ അതിനുവേണ്ടി ചെയ്തത് ആ സമുദ്രത്തിന്റെ അടിയിലൂടെ പോയ ഒരു മഹാമത്സ്യത്തെ അവിടെ വെച്ച് തകർത്ത് കളഞ്ഞു. And the Lord was able to, hallelujah, destroy a great beast that lived on the bottom of the ocean. ആർക്കും പിടികൊടുക്കാൻ കഴിയാത്ത തരത്തിൽ ചലിച്ചുകൊണ്ടിരുന്ന ചില ലിവ്യാഥാനെ തമ്പുരാൻ അകത്തളത്തിൽ തകർക്കാൻ പോകുകയാണ്. Certain leviathans that are hiding under the surface of the ocean, not being able to be destroyed by anyone, the Lord is about to destroy it. ആർക്ക് വേണ്ടിയാണെന്ന് അറിയാമോ? ആരാധിക്കുന്നവർക്ക് വേണ്ടിയാണ്. It is for those that worship him that God will do a great work. മരുഭൂമിയിലൂടെ ദൈവത്തെ അനുസരിച്ച് പിൻഗമിക്കുന്നവർക്ക് വേണ്ടിയാണ്. It is for those that worship God and obey him and follow him in the wilderness. ലിവ്യാഥാൻ എന്ന് പറയുന്ന മഹാമത്സ്യം സമുദ്രത്തിന്റെ അടിയിൽ തകർക്കപ്പെട്ടു. And Leviathan, the great beast, was destroyed on the floor of the അതിന്റെ ocean. മാംസങ്ങൾ ചിതറിത്തെറിച്ച് അത് വെള്ളത്തിന്റെ മുകളിലേക്ക് പൊങ്ങി വരാൻ തുടങ്ങി. And the pieces of that flesh began to rise to the surface. ദൈവം ഇറങ്ങി ചെന്നിട്ട് ഓരോ മാംസത്തിനും ചിറക് പിടിപ്പിച്ചു കൊടുത്തു. And the Lord put wings upon every piece of that flesh. ചിറക് വന്നപ്പോൾ അതിന് ജീവനും വ്യാപരിക്കാൻ തുടങ്ങി. And there was life in that flesh. അതെല്ലാം കൂടെ ഒരുമിച്ച് മേളിലോട്ട് പറക്കാൻ തുടങ്ങി. And they all began to fly into the sky. നമുക്കറിയാമല്ലോ, ഹല്ലേലൂയ, അത് ജീവൻ വന്നു കഴിഞ്ഞപ്പോൾ അത് അതിന്റെ ഇഷ്ടമുള്ളിടത്തേക്ക് പറക്കാൻ തുടങ്ങി. When it received life, it began to fly as it pleases. ഹല്ലേലൂയ, ആരാധിക്കുന്നവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത് വല്ലയിടത്തോട്ടും പറക്കാൻ ദൈവം അനുവദിക്കത്തില്ല. The Lord will not allow the things that God has created for you to fly in a haphazard direction. ആരാധിക്കുന്നവന് വേണ്ടി ഒരുക്കപ്പെട്ടത് വല്ലയിടത്തോട്ടും പറക്കാനും വല്ലവന്റെ കൂടാരത്തിൽ കയറാനും ദൈവം അനുവദിക്കത്തില്ല. God will not allow the blessing created for you to go into the hand of another person.
ഈ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ച ചിലത് ഈ ദേശത്തുണ്ട്. There are some things that God has created for this church. അതിനെ വശീകരിച്ചു കൊണ്ടുപോകാൻ ഒരു ശക്തിയും ദൈവം അനുവദിക്കില്ല. God will not allow any power to deceptively take it away from you. യേശുവിന്റെ നാമത്തിൽ എൻ്റെ മേലുള്ള അധികാരത്തിലും അഭിഷേകത്തിലും ഞാൻ അവരുടെ പ്രവർത്തികളെ ക്യാൻസൽ ചെയ്യുകയാണ്. In the name of Jesus, with the authority of God, we cancel it. അതെന്റെ കൂടെ വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് വാതുറന്നാട്ടെ. റൂഖാമ, നിന്റെ നന്മ അപഹരിക്കുവാൻ, നിന്റെ ആരാധനയിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം അപഹരിക്കുവാൻ ഒരു ശത്രുവിനെയും അത് അതിന്റെ ഇഷ്ടമുള്ളടത്തേക്ക് പറക്കാൻ തുടങ്ങിയപ്പോൾ തമ്പുരാൻ ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ചു. When it began to fly in a direction that it pleased, God sent a south wind. അല്ല, അങ്ങോട്ട് പറക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റുന്നില്ല. കിഴക്കൻ കാറ്റടിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടെന്ന് അറിയാമോ? അതെ, ആരാധിച്ച് മുൻപോട്ട് പോകുന്ന മന്നതെന്ന് ബലപ്പെട്ട ദൈവമക്കളുടെ കൂടാരങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ചുറ്റി ചുറ്റി കറക്കി പറക്കിപ്പിച്ചു. These quail birds, even though they wanted to fly in any other direction, the south wind would not allow them, and it made them fly in the direction of God's people. ഇപ്പം ഇസ്രായേൽ മക്കൾ നോക്കിയപ്പോൾ അയ്യോ അത്ഭുതം, അവരുടെ വീടിന് ചുറ്റും എന്തോ കാടപ്പക്ഷികൾ എന്തോ ജീവനുള്ള അത്ഭുതങ്ങൾ പറക്കാൻ തുടങ്ങി. The Israelites are looking around and all of a sudden they see some miracles that are flying towards them. ദൈവസഭയുടെ മുൻപിൽ ജീവനുള്ള കഴിഞ്ഞ നാളുകളിൽ ആഗ്രഹിച്ചിട്ടും കിട്ടാത്ത അത്ഭുതങ്ങൾ മുൻപിൽ വന്ന് പറക്കാൻ പോവുകയാണ്. In the church, in these coming days, all the things that you have been praying for, God will send them and they will fly to your tent. ഓരോ കുടുംബങ്ങളോടും പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാ. നാളുകളായി നീ പ്രാർത്ഥിച്ച് കരഞ്ഞതിന്റെ പ്രതിഫലം അത്ഭുതങ്ങളായി നിന്റെ വീടിന് മുമ്പിൽ പറക്കാൻ പോവുകയാ. The fruit of your prayers and the fruit of your tears are about to fly in the form of a miracle into your dwelling place. ദൈവം നിനക്കായി ഒരുക്കിയ ഉളവാക്കിയ അത്ഭുതങ്ങൾ ദൈവം നിനക്കായി ചില സ്പെഷ്യൽ ഗിഫ്റ്റുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നിന്റെ മുൻപിൽ വന്ന് പറക്കാൻ പോകുകയാ. അത് നിന്നെ പറത്തി പല ദേശങ്ങളിൽ കൊണ്ടുപോകും. യേശുവിന്റെ നാമത്തിൽ പലയിടങ്ങളിൽ ദൈവം നിന്നെ നിർത്തും. ഉടരമന, അവന്റെ അഭിഷേകം നിന്റെ മേൽ അവൻ പകരും. നിന്നെ കൊണ്ട് അവൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാ. ഇസ്രായേൽ മക്കൾ നോക്കിയപ്പോൾ കൂടാരത്തിന് മുൻപിൽ ഇപ്പോൾ പക്ഷികൾ പറക്കുന്നു. The Israelites are looking and the birds are flying around their tents. അതും ഉയരത്തിലല്ല, അവരുടെ മുമ്പിൽ ചിക്കി ചിക്കി നടക്കുന്നു, പറഞ്ഞാൽ തത്തി തത്തി നടക്കുക. And when they looked, the birds were not flying on high, they were limping on the ground. ശ്രദ്ധിക്കണം, മന്ന കഴിക്കാൻ വീടിന്റെ കൂടാരത്തിന്റെ വാതിക്കൽ ചമ്മണം മണഞ്ഞിരുന്നെങ്കിൽ മടി വീണേനെ. പക്ഷേ ഇത് മടി വീഴുകയല്ല, ചാടി പിടിക്കണം. Amen. If you want to have manna, you can just sit down in front of your tent and the manna will fall on your lap. But if you want to catch this, you have to catch the bird. കാരണം ഈ അത്ഭുതങ്ങൾ ജീവനുള്ള അത്ഭുതങ്ങളാണ്. Because these miracles are living miracles. ദൈവാത്മാ പറയുന്നത് ഇത് ലൈവ് അത്ഭുതങ്ങളാ. These are live miracles. ആ സമയത്ത് ജീവനുള്ള അത്ഭുതങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്. These are miracles that are alive, that are coming to manifesting. Hallelujah. റഖമന ശംദനാദര ദൽകവനാദര. Hallelujah. Hallelujah. പരിശുദ്ധാത്മാ ദൂതന്മാരിയ ഏലിയാവ് അകത്തളത്തിലിരുന്ന് പ്രാർത്ഥിച്ചത് ആരും അറിഞ്ഞില്ല. കാരണം വലിയ അഡ്രസ് ഒന്നും അവനില്ല. പക്ഷേ അകത്തളത്തിലിരുന്ന് പ്രാർത്ഥിച്ച ആത്മാവിന്റെ ശബ്ദം അവന്റെ അകത്തളത്തിൽ നിറഞ്ഞപ്പോ ദൈവം ചില കൊട്ടാരങ്ങളിൽ അവനെ കൊണ്ടുപോയി ദൈവത്തിന്റെ ശബ്ദമാക്കി മാറ്റിയതുപോലെ നിന്നെ ചില കൊട്ടാരങ്ങളിലേക്ക് ഒരിക്കലും പോകാൻ അർഹതയില്ലാത്ത ചില സ്റ്റേജുകളിലേക്ക് ദൈവം അയക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുക. ഈ ദിവസങ്ങൾ നീ അതിനനുസരിച്ച് പറക്കാൻ തയ്യാറാകുക. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഫിലിപ്പോസിനെ കൊണ്ടുപോയതുപോലെ എടുത്തുകൊണ്ട് പോകാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാ. ദൈവാത്മാവിൽ ഞാനത് കൈമാറുകയാ. Hallelujah. 2 വചന വെളിപ്പാട് ദൈവാസർ തരുന്നത് ഞാൻ ഇപ്പൊ പറയാൻ തരാം. ഞാനത് യേശുവിന്റെ നാമത്തിൽ ശ്രദ്ധിക്കണം. ഞാൻ അവസാനിപ്പിക്കുക. സമയം മുൻപോട്ട് പോയി എനിക്കറിയാം, ക്ഷമിക്കണം. Listen to me, I'm about to come to a close.
ഇപ്പോൾ അത്ഭുതങ്ങൾ മുൻപിലുണ്ട്. Now the miracles are in front of them. നിങ്ങളുടെ മുൻപിൽ അത്ഭുതങ്ങളുണ്ട്. The miracles are in front of you. സഭയുടെ മുൻപിൽ അത്ഭുതങ്ങളുണ്ട്. Miracles are in front of the church. ഇത് വല്ലവന്റെയും അത്ഭുതങ്ങളല്ല. This is not a miracle that belongs to another person. നിനക്ക് വേണ്ടി തമ്പുരാൻ സ്പെഷ്യലായിട്ട് ഉളവാക്കിയ അത്ഭുതങ്ങളാണ്. These are miracles that were specifically created for you. അത് നിനക്ക് വേണ്ടി ഒരുക്കിയ അത്ഭുതങ്ങളാ. These are miracles created for you. ആരാധിക്കുന്ന നിന്റെ മുൻപിൽ അത് നിന്റെ കൺമുമ്പിൽ അത് വന്നുകൊണ്ടിരിക്കുക. And these miracles are coming into the presence of those that are faithful to worship God. സഭയും ദൈവമക്കളും ഇനി പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ച പോലെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണേ. The church and the man of God have only one thing to pray for. Lord, open our eyes that we may see the miracles that you have created. നാളുകളായുള്ള എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണേ. Lord, open my eyes that I may see the answer to my prayers. എൻ്റെ തലമുറയുടെ നന്മ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണേ. Lord, open my eyes that I may see the goodness of my generations. ശ്രദ്ധിക്കണമേ, മന്ന കഴിച്ചു ബലപ്പെട്ട്, എന്തിനാ മന്ന തന്നത്? നിനക്ക് ഇത് ഈ അത്ഭുതങ്ങൾ ചാടിപ്പിടിക്കാനുള്ള ബലം തരാനാ. So why was the manna given to you? That you may have the strength to catch these miracles. അതിനാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. That is why the Holy Spirit is speaking to ഈ us. ശബ്ദമെല്ലാം കർത്താവിന്റെ ദാസനിലൂടെ മറ്റു ദൈവദാസന്മാരിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനം പഠിപ്പിക്കുന്നത് കേൾക്കാനിടയായി തീർന്നു. അല്ല, ഇതെല്ലാം ഭക്ഷിക്കുന്നത് എന്താണെന്നറിയാമോ? നിനക്ക് ബലം, നിന്റെ വിശ്വാസം വർദ്ധിക്കാനാ. The reason the Lord is teaching you His word and giving you an abundance of His teachings is for you to be strengthened. ഇനി നീ എന്ത് ചെയ്യണം? പ്രതികരിച്ചത് പിടിച്ചെടുക്കണം. Now what must you do? You must respond and catch it. ഇനി ദൈവസന്നിധിയിൽ താടി കൈ കൊടുത്തോ, വചനം കേൾക്കുമ്പോൾ മിണ്ടാതോ ഇരിക്കരുത്. കരങ്ങൾ അടിച്ചോ, തുള്ളിച്ചാടിയോ, ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചോ, ദൈവാത്മാവ് പറഞ്ഞ എങ്ങനെയായാലും കൈ കിട്ടണം. Amen. Now you must not remain silent when God speaks. You must not be quiet. Put those hands together. Give God praise and honor and just respond to the word of God. ഇസ്രായേൽ മക്കൾ ചാടി പിടിക്കാൻ തുടങ്ങി. The people of Israel began to jump and catch. ഇത്രയും ടേസ്റ്റ് ഉള്ള ഭക്ഷണം എങ്ങും കടിച്ചിട്ടില്ല. They said we have never tasted anything more tasty. ഞാൻ സമയം കഴിഞ്ഞതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവസഭയുടെ മുൻപിൽ അത്ഭുതങ്ങൾ പറക്കുന്നുണ്ട്. Amen. The church, the Lord is speaking to you. Hallelujah. Miracles are flying around you in this season. പ്രതികരിക്കുന്നവന്റെ മേൽ ഇത് വ്യാപരിക്കും. And it will be revealed in the lives of those that respond. എല്ലാ കണ്ണുകളും അടച്ചാൽ. Every eye closed. ഹല്ലേലൂയ. റബ്ബ ഷത്തുൽ മാന സന്ധേ രേദിയ അന്ധരാജല ഹസികമാന റോഷത്തുൽ മന. ഈ വചനം വിശ്വസിക്കുന്നവർ മാത്രം. Those that believe in this word and only those that believe. ഇതെന്നോടുള്ള ദൈവശബ്ദമാണ്. This is God's word to me. ഞാൻ പ്രതികരിക്കേണ്ട സമയമായി. And this is my time to respond to God's word. ഇനി ഞാൻ അടങ്ങിയിരിക്കുകയില്ല. I will not be quiet any longer. അത് ദൈവസന്നിധിയിൽ ഉറപ്പായി തീരുമാനമെടുക്കുന്നവർ മാത്രമായിട്ട് കരങ്ങൾ ഉയർത്തി ഒറ്റ വാക്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. If you are making a strong decision such as that, can you lift your hands towards heaven? നിങ്ങൾ നോക്കണ്ട, നിങ്ങളുടെ കരം Don't look at anyone else, just lift those hands. സ്വർഗ്ഗം നിങ്ങളുടെ കരത്തെ കയറി പിടിക്കുക. Let heaven take hold of that hand. ഓ, അത്ഭുതം നിങ്ങളുടെ കരത്തിന്റെ മേൽ വെളിപ്പെടാൻ പോകുക. Let miracle respond and be manifesting in your hand. രോഗസൗഖ്യം നിന്റെ മേൽ വെളിപ്പെടാൻ പോകുക. Let the healing of your body manifest. വിടുതൽ നിന്റെ തലമുറയുടെ മേൽ വെളിപ്പെടാൻ പോകുക. Let the generations of deliverance manifest. നിന്റെ തലമുറയ്ക്കാണോ വിടുതൽ? നീ നിന്റെ തലമുറയുടെ മേൽ കരം വെച്ചോ. Amen. Hallelujah. Lay hands on your children. Lay hands on your children and pray for them by faith. ഞാൻ അവരെ അനുഗ്രഹിക്കുകയാണ്. Lay hands on your children and say, we bless them in Jesus' name. യേശുവിന്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടും. We bless them in Jesus' name. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. My family is blessed in Jesus' name. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. My children are blessed in Jesus' name. യേശുവിന്റെ നാമത്തിൽ അവരുടെ നന്മ നീ അനുഭവിക്കും. Oh, you will see and taste the goodness of the Lord. അത് വീണ്ടും ആവർത്തിച്ച് ദൈവാത്മാവ് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ അവരുടെ നന്മ, നിന്റെ തലമുറയുടെ നന്മ നീ അനുഭവിക്കും. The Lord says you will taste the goodness of your children. എന്റെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. I bless you in the authority of God's എല്ലാ name. മണ്ഡലങ്ങളിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. In the name of Jesus, the Lord bless എല്ലാ you. തലങ്ങളിലും ദൈവം നിങ്ങളെ ഉയർത്തട്ടെ. Every head be lifted up in എല്ലാ Jesus' name. ബന്ധനങ്ങളെയും തമ്പുരാൻ അടിക്കട്ടെ. Every bondage be എല്ലാ broken. പോരുകളെയും ശാസിക്കപ്പെടട്ടെ. Every war be rebuked in Jesus' name. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ In the name of the Father, the Son, and the Holy Spirit. ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി, മാനസികമായി എല്ലാ തലങ്ങളിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Spiritually, physically, and mentally, may the Lord bless you. എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. And in all things, I give thanks unto the Lord as I bring my words to a close. Thank you. God bless you. Thank you.